എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്നുപരിപ്പ് വെളുത്തുള്ളി ചട്നിയാണ്. അതിനുവേണ്ടി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കഴുകി വൃത്തിയാക്കിയ ഉഴുന്നുപരിപ്പ് ചേർക്കുന്നുണ്ട്. ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 15 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. മുളക് ഫ്രൈ ആയി വരുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് ചെറിയ ചെറിയ പീസാക്കി അതിലേക്ക് ചേർത്ത് ഫ്രൈ ആക്കി എടുക്കണം. തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ ഏകദേശം 4 കുടം വെളുത്തുള്ളി വൃത്തിയാക്കി ഒരു ബ്രൗൺ നിറമാവുന്ന വരെ ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുളകിനോടൊപ്പം തണുക്കാൻ വയ്ക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് തിളച്ചാറിയ വെള്ളം ചേർക്കുന്നുണ്ട്. അതേ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ആക്കി കൂടെ കറിവേപ്പിലയും 1 വറ്റൽമുളകും ചേർക്കണം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചട്നി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചട്നി കുറച്ച് ലൂസായി കിട്ടണമെങ്കിൽ ആവശ്യത്തിന് തിളച്ചാറിയ വെള്ളം ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി ഉഴുന്നുപരിപ്പ് ചട്നി റെഡിയായിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കി ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഡ്ഡലി, ദോശ എന്നിവയ്ക്ക് വളരെ നല്ല ഒരു ചട്നിയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം.